ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് കരോൾ ഗാനം തടഞ്ഞ് ക്രിസ്മസ് ആഘോഷത്തെ അലങ്കോലമാക്കിയ എസ്ഐക്ക് പോലീസ് വക ക്ലീൻ ചിറ്റ്. ചാവക്കാട് എസ്ഐ വിജിത്തിന്റെ നടപടിയാണ് ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എസ്ഐ ചെയ്തത് നിയമപരമായി ശരിയെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എസ്ഐക്ക് പ്രമോഷൻ നൽകാനുള്ള നീക്കവും പോലീസ് ഉന്നതങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ക്രിസ്മസ് തലേന്ന് രാത്രിയാണ് തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് പള്ളിയിലെ കരോൾ ഗാനം തടസ്സപ്പെടുത്തി എസ്ഐ രംഗത്ത് വന്നത്. പള്ളിമുറ്റത്ത് മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാത്രി 8 മണിയോടുകൂടി എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിമുറ്റത്തേക്ക് എത്തിയത്. തുടർന്ന് ഇടവ വികാരിയും മറ്റ് പള്ളിയിലെ ട്രസ്റ്റ് അംഗങ്ങളുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുമേനി പള്ളിയിലെത്തി തിരുകർമ്മങ്ങൾ തുടങ്ങാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു എസ്ഐയുടെ രംഗപ്രവേശനം. കാലാകാലങ്ങളായി തിരുകർമ്മങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഇടവക അംഗങ്ങൾ എല്ലാം ഒത്തുചേർന്ന് കരോൾ ഗാനം ആലപിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ്. ഈ പള്ളിയിലെ ചടങ്ങാണ്. അതാരംഭിച്ചിട്ട് വർഷങ്ങൾ അനവധി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് തടഞ്ഞിരിക്കുന്നത്. തടയുക മാത്രമല്ല, ആ പള്ളിമുറ്റത്ത് വെച്ച് വലിയ ഭീഷണിയും മുഴക്കിയെന്ന് പള്ളി അധികൃതർ പരാതി പറയുന്നു. അവിടെ തൂക്കിയിരിക്കുന്ന സ്റ്റാറുകളടക്കം തൂക്കിയെറിയുമെന്നായിരുന്നു എസ്ഐ വിജിത്തിന്റെ വലിയ ഭീഷണി. ഇതിന് പിന്നാലെയാണ് ഈ വിഷയം വലിയ ചർച്ചയാകുന്നതും മുകൾ തട്ടിലേക്ക് പള്ളി അധികാരികൾ പരാതി നൽകുന്നതും. എസ്ഐക്കെതിരെ നടപടി വേണമെന്ന് പള്ളിമുറ്റത്ത് ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയ ചാവക്കാട് എസ്ഐയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പള്ളി അധികൃതർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും പള്ളി അധികാരികൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പള്ളി അധികൃതരുടെ ക്രൈസ്തവ സഭയുടെയൊക്കെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതാ എസ്ഐക്ക് അനുകൂലമായ റിപ്പോർട്ട് പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചാവക്കാട് എസ്ഐക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ജില്ലാ അധികാരികൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വിഷയം വലിയ വിവാദമായപ്പോൾ CPMന്റെ പ്രാദേശിക നേതൃത്വങ്ങളൊക്കെ തന്നെ എസ്ഐയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എസ്ഐക്കെതിരെ നിയമപരമായ നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ചാവക്കാട് CPMന്റെ ലോക്കൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത്. കാരണം പ്രദേശത്ത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ നടന്നു വരുന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഇതിനു മുൻപ് ഒരു തവണയും അവിടെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ചാവക്കാട് SI ആയ വിജിത്ത് അവിടെ എത്തുകയും അവിടെ കരോൾ ആലാപനത്തെ തടയുകയും മൈക്ക് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുകയും ചെയ്ത് ഒരു പ്രകോപനവുമില്ലാതെ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പ്രാദേശിക CPMന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇതാ CPM ആവശ്യപ്പെട്ടിട്ട്, ക്രൈസ്തവ സഭ ആവശ്യപ്പെട്ടിട്ട്, പള്ളി അധികൃതർ ആവശ്യപ്പെട്ടിട്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോലീസ് ആ SIയെ സംരക്ഷിച്ചിരിക്കുന്നു. ഇനി ആ SIക്ക് പ്രമോഷൻ നൽകും. അങ്ങനെ ഒരു പള്ളിയിലെ ആഘോഷ പരിപാടികൾ അലങ്കോലമാക്കിയതിനുള്ള അംഗീകാരം ആ SIക്ക് നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ക്രിസ്മസ് കരോളിനെ എതിർത്ത, ക്രിസ്മസ് കരോളിനെ തടഞ്ഞ VHP പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടായത്. പാലക്കാട് നടന്ന സംഭവത്തിൽ ആ VHP പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണ്, കൽത്തുറങ്കിനുള്ളിലാണ്. അപ്പോൾ ഒരിടത്തൊരു നടപടി, ആ VHP പ്രവർത്തകർ ചെയ്തതിന് സമാനമായ നടപടി തന്നെയാണ് മറ്റൊരു തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പാലയൂർ പള്ളിയിൽ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. രണ്ടും രണ്ട് സംഭവങ്ങളല്ല, രണ്ടും സമാനമായ സംഭവങ്ങളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇവിടെ ഒരു പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ആ ചടങ്ങിനെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുക, തടസ്സം ഉന്നയിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആ പള്ളി അധികാരികളെയും വികാരി അടക്കമുള്ള ആളുകളോടും തട്ടിക്കയറുക. അപ്പോൾ ഒരു പോലീസിൻ്റെ കാക്കി യൂണിഫോം ഇട്ടാൽ എന്ത് ചെയ്യാമെന്നുള്ള ധാർഷ്ട്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ സംഭവം വിവാദമായതിന് പിന്നാലെ SI വിജിത്ത് അവധിയിൽ പ്രവേശിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടൻ തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി SI ആയി നിയമനം നൽകാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ കൃത്യമായ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ആരാധനാലയങ്ങളിൽ കോളാമ്പി പോലെയുള്ള ഉച്ചഭാഷിണികൾ ഉപയോഗിക്കരുത്.
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ഉച്ചത്തിൽ ആരാധനാലയങ്ങളിൽ മൈക്കുകൾ അതുപോലെ തന്നെ ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കരുത്. ആരാണ് ഇത് കൃത്യമായി അംഗീകരിക്കുന്നത്? ആരാണ് നടപ്പാക്കുന്നത്? രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ എത്രയോ ഉച്ചത്തിലുള്ള ആരാധനാലയങ്ങളിലെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പോലീസ് അവിടെയൊക്കെ പോയി നടപടി എടുത്തിട്ടുണ്ടോ? ഈ പോലീസ് അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിടെ ഉള്ളതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഈ കോളാമ്പി പോലെയുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നു, എടുത്തു മാറ്റൂ എന്ന് പറയാൻ ഈ പോലീസുകാർക്ക് നട്ടലുണ്ടോ? ഈ SI വിജിത്തിന് നട്ടലുണ്ടോ? അപ്പോൾ ആ പാലയൂർ പള്ളിയിലെ ഉച്ചഭാഷിണി മാത്രമാണ് പുള്ളിക്ക് പ്രശ്നമുണ്ടായിരുന്നത്. പാലയൂർ പള്ളിയിൽ രാത്രി 8 മണിക്ക് കരോൾ ഗാനം ഉച്ചഭാഷണിയിലൂടെ ആലപിക്കുമ്പോൾ മാത്രമാണ് ഈ ചാവക്കാട് SIക്ക് നിയമത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്. അല്ലത്തപ്പോഴൊക്കെ അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് അജ്ഞതയാണുള്ളത്. അപ്പോൾ നിയമം നടപ്പാക്കണമെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നിയമം നടപ്പാക്കണം. ഇപ്പോൾ പാലക്കാട് ക്രിസ്മസ് കരോൾ സംഘത്തെ തടഞ്ഞ VHP പ്രവർത്തകരുടെ നടപടി തെറ്റ് തന്നെയാണ്. അതിനെ കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രതികൾക്കെതിരെ, അതിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുത്തപ്പോഴും അതിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയത്. എന്നാൽ ഇവിടെ പാലയൂർ പള്ളിയിൽ നടന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്ന നടപടിയല്ല. പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് വീഴ്ചയാണ്. ആ വീഴ്ച കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥനെ കാര്യഗൗരവമായി ആ കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ എടുക്കുന്നതിന് പകരം അദ്ദേഹത്തിനെ പുകഴ്ത്തി, അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി, സ്ഥാനക്കയറ്റം നൽകി കൊണ്ടു നടക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നിയമങ്ങളെ ചിലർക്ക് വേണ്ടി വളച്ചൊടിക്കുകയും ചിലർക്ക് വേണ്ടി മാത്രം ബാധകമാക്കുകയും ചെയ്യുന്ന നമ്മുടെ പോലീസിൻ്റെ നടപടി സംശയമുണ്ടാകുന്നത്. ചിലരുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന പോലീസ്, എന്നാൽ കഴിവില്ലാത്ത പാവപ്പെട്ടവന് മുന്നിൽ നട്ടെല്ല് നിവർത്തി അവനെ കുനിച്ച് കൂമ്പിനിടിക്കുന്ന പോലീസ്. ഇതൊക്കെ നമ്മൾ നിരന്തരമായി കാണുന്നതാണ്. കേരള പോലീസിൻ്റെ ഈ പല മുഖങ്ങളുടെ ഒരു ഉദാഹരണമാണ് പാലയൂർ പള്ളിയിലെ സംഭവം. എന്തായാലും ഈ വിഷയത്തിൽ SIക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും ഉന്നത നേതാക്കളെയും സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പള്ളി അധികൃതർ. കാരണം പ്രദേശത്ത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ നടന്നു വരുന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഇതിനു മുൻപ് ഒരു തവണയും അവിടെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ചാവക്കാട് SI ആയ വിജിത്ത് അവിടെ എത്തുകയും അവിടെ കരോൾ ആലാപനത്തെ തടയുകയും മൈക്ക് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുകയും ചെയ്ത് ഒരു പ്രകോപനവുമില്ലാതെ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പ്രാദേശിക CPMൻ്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇതാ CPM ആവശ്യപ്പെട്ടിട്ട്, ക്രൈസ്തവ സഭ ആവശ്യപ്പെട്ടിട്ട്, പള്ളി അധികൃതർ ആവശ്യപ്പെട്ടിട്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോലീസ് ആ SIയെ സംരക്ഷിച്ചിരിക്കുന്നു. ഇനി ആ SIക്ക് പ്രമോഷൻ നൽകും. അങ്ങനെ ഒരു പള്ളിയിലെ ആഘോഷ പരിപാടികൾ അലങ്കോലമാക്കിയതിനുള്ള അംഗീകാരം ആ SIക്ക് നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ക്രിസ്മസ് കരോളിനെ എതിർത്ത, ക്രിസ്മസ് കരോളിനെ തടഞ്ഞ VHP പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടായത്. പാലക്കാട് നടന്ന സംഭവത്തിൽ ആ VHP പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണ്, കൽത്തുറങ്കിനുള്ളിലാണ്. അപ്പോൾ ഒരിടത്തൊരു നടപടി, ആ VHP പ്രവർത്തകർ ചെയ്തതിന് സമാനമായ നടപടി തന്നെയാണ് മറ്റൊരു തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പാലയൂർ പള്ളിയിൽ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. രണ്ടും സംഭവങ്ങളല്ല, രണ്ടും സമാനമായ സംഭവങ്ങളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം.